നവ്യയ്ക്ക് തുല്യം നവ്യ മാത്രം. ആരോടും ഒരു തരത്തിലുമുള്ള ഒരു സ്നേഹവും ഇല്ലാത്തൊരു പെൺകുട്ടിയാണ് നമ്മുടെ നവ്യ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കനക വന്നിട്ടുണ്ടല്ലോ, കനക നവ്യ നോക്കാനാണ് ശരിക്കും പറയുകയാണെങ്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ജലജയുടെ മുറിയിൽ തന്നെ കനകയോട് കിടക്കാൻ പറയുകയാണ്. അപ്പോൾ അഭിക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അഭി നവ്യയോട് പറയുകയാണ്, നവ്യ നിൻ്റെ അമ്മയല്ലേ, നീ ഒരു കാര്യം ചെയ്യ്, ഈ മുറിയിൽ നീയും നിൻ്റെ അമ്മയും കൂടി കിടന്നോളൂ, ഞാൻ എൻ്റെ അമ്മയുടെ മുറിയിലേക്ക് പൊയ്ക്കോളാം എന്നിങ്ങനെ പറയുമ്പോൾ നവ്യ പറയണം, അതൊന്നും വേണ്ട അഭി, നമുക്ക് നമ്മുടെ മുറിയിൽ നമ്മൾ മാത്രം മതി. ആ മുറി നമ്മുടെ മുറി മറ്റാർക്ക് വേണ്ടിയിട്ടും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ എൻ്റെ അമ്മയാണെങ്കിൽ ഹാളിൽ കിടക്കാമെന്ന് പറഞ്ഞതാ, പക്ഷേ മുത്തശ്ശിയല്ലേ സമ്മതിക്കാത്തത് എന്ന് പറയണം. അപ്പോൾ അഭി പറയുകയാണ്, എന്നാലും നിൻ്റെ അമ്മയ്ക്ക് ഒഴിഞ്ഞു മാറായിരുന്നല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ നവ്യ പറയുകയാണ്, അഭി ഒരു കാര്യം ചെയ്യണം, അധിക ദിവസമൊന്നും എൻ്റെ അമ്മയെ ഇവിടെ നിർത്താനൊന്നും പാടില്ല. എൻ്റെ അമ്മയാണ് ആള്, കയറി പറ്റിയാലുണ്ടല്ലോ ഇവിടെ നിന്ന് ഒരിക്കലും പോകത്തില്ല. അതുകൊണ്ട് അമ്മയുടെ ശല്യം ഒഴിവാക്കണം.